ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ജേർണിയിലാണ്. കുറേ നാളായി നമ്മൾ ഇതുപോലെ ഒന്നിരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് കുറച്ച് ദിവസമായി. അപ്പോൾ ഇപ്പോൾ വെയിറ്റ് ലോസ് ജേർണിയിൽ എല്ലാവരും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വോയിസ് അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഇവിടെ ചുറ്റും കുറച്ച് സൗണ്ടൊക്കെ കേൾക്കാം. അതെന്തൊക്കെയാണ് പണികൾ നടക്കുന്നതിൻ്റെ സൗണ്ടാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ക്ഷമിക്കാം. അപ്പോൾ നമ്മളെ വെയിറ്റ് ലോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നല്ല രീതിക്ക് വെയിറ്റ് ലോസ് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കൊരു കാര്യം പറയാൻ വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ 11 കിലോ ലോസിൽ എനിക്ക് ചെയ്തിട്ടുള്ള ഒരൊറ്റ കാര്യം നടത്തം എന്നുള്ള ഒരു കാര്യം കൊണ്ടിട്ടാണ് ഞാൻ ഈ 11 കിലോ കുറച്ചിട്ടുള്ളതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മാത്രം കൊണ്ട് എനിക്ക് ഈ പറയുന്ന എൻ്റെ ഫുൾ ബോഡി മൊത്തത്തിൽ വണ്ണം കുറഞ്ഞോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എത്ര നേരം ഞാൻ നടന്നു, ആ സമയത്ത് ഞാൻ എന്തൊക്കെ കഴിച്ചു, ഞാൻ എപ്പോഴൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില ആൾക്കാർക്ക് ജിമ്മിൽ പോകാൻ പറ്റാത്തതും വീട്ടിനകത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ആൾക്കാരുണ്ടാവും. എന്നെ പോലെ മടിയുള്ള ആൾക്കാരും ഉണ്ടാവും വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പം ഫസ്റ്റ് ടൈം ആയിരിക്കും നിങ്ങളിങ്ങനെ കേൾക്കുന്നത് വർക്കൗട്ട് ചെയ്യാൻ മടി എന്നുള്ളൊരു കാര്യം. എനിക്ക് സത്യമായിട്ടും വർക്കൗട്ട് ചെയ്യാനാണ് മടി. ഇപ്പോൾ എന്താ പറഞ്ഞാൽ എനിക്കിപ്പോൾ രണ്ടിനും മടിയാണ്. പക്ഷേ എങ്കിൽ നമുക്ക് അങ്ങനെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മൾ ആ ഒരു പഴയ ആ ഒരു രീതി തന്നെ ഇരിക്കും. അതുകൊണ്ട് എനിക്ക് ഡയറ്റും ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുത്തി, അതുപോലെ തന്നെ വർക്കൗട്ടും ഞാൻ ഇഷ്ടപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഈ നടത്തത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വാക്കിംഗ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആക്കി തന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നടത്തം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ജേർണിയിൽ എന്ന് വെച്ചാൽ 4 മാസത്തെ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ കറക്റ്റായിട്ടും നിർത്താതെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ നടത്തം എന്ന് പറയുന്നത്. അത് ഞാൻ രാവിലെ 1 മണിക്കൂർ നടക്കുമായിരുന്നു, വൈകുന്നേരം 1 മണിക്കൂർ നടക്കുമായിരുന്നു. ആദ്യം ഞാൻ സ്റ്റെപ്സ് എത്രയൊന്നും കൗണ്ട് ചെയ്തില്ല, പിന്നെയാണ് ഞാൻ സ്റ്റെപ്സ് കൗണ്ട് ചെയ്യുന്നത്. എങ്ങനെ പോയാലും ഞാനൊരു 10,000 സ്റ്റെപ്സ് ഞാൻ ഉറപ്പായിട്ടും നടക്കുമായിരുന്നു ആ ഒരു സമയത്ത്. 2 സമയം കൂടെ. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുകയാണെങ്കിലും ഒരു 10,000 സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കണം കേട്ടോ. അതിപ്പോൾ നമുക്ക് എല്ലാം ആവാം. നമ്മൾ ചുമ്മാ നടക്കുന്ന ആയാലും നമ്മളിപ്പോൾ കിച്ചണിലേക്ക് എണീറ്റ് നടക്കുക, അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടൊരു 10,000 സ്റ്റെപ്സ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യാത്തവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ നോർമലി നമ്മൾ ആ ഒരു നടത്തം കൗണ്ട് അല്ല ഞാൻ പറയുന്നത്. ഞാൻ പൊതുവേ ഞാൻ രാവിലെ 1 മണിക്കൂറും വൈകുന്നേരം 1 മണിക്കൂറും കൂടി ചേർത്തിട്ട് ഞാൻ 10,000 സ്റ്റെപ്സ് ഞാൻ നടക്കുമായിരുന്നു. അതെനിക്ക് എഫക്റ്റീവ് ആവുമെന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാലറി ഡെഫിസിറ്റ് ഞാൻ ചെയ്യുമായിരുന്നു. ആദ്യമൊന്നും എനിക്ക് ഇത് പറയുന്ന പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഈ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാലൊക്കെ നല്ല രീതിയിൽ വേദനിക്കും. മെല്ലെ അല്ല നടക്കേണ്ടത്, നല്ല കൈ വീശി കുറച്ച് സ്പീഡായിട്ട് വേണം നടക്കേണ്ടത്. ഓട്ടവും അല്ല എന്നാൽ നടത്തവും അല്ല എന്നുള്ള ഒരു രീതിയിൽ വേണം നമ്മൾ നടക്കേണ്ടത്. ആദ്യം നമ്മൾ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നടന്ന് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ അതിനെ കൂട്ടി കൊണ്ടുപോവുക. അങ്ങനെ വേണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഫസ്റ്റ് ഒന്നും എന്നെ കൊണ്ട് ഫുള്ള് നടക്കാനൊന്നും പറ്റിയില്ലായിരുന്നു, പക്ഷെ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നടക്കുമായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഞാൻ പറയട്ടെ, ഫുൾ ബോഡി എനിക്ക് ഫാറ്റ് കുറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് ഫുൾ ബോഡിയിൽ ഫാറ്റ് കുറഞ്ഞിട്ടില്ല. എന്നാൽ എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടായിരുന്നു. എനിക്ക് ബെല്ലി ഫാറ്റ് ഒന്നും കുറഞ്ഞിട്ടില്ല. എനിക്ക് ബെല്ലി ഫാറ്റ് കുറഞ്ഞത് ഞാൻ എപ്പോഴാണോ അതിന് വേണ്ടിയിട്ടൊരു വർക്കൗട്ട് എടുത്തത്, മീൻസ് കാർഡിയോ ഫുൾ ബോഡി പ്ലസ് ആപ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് എടുത്തത്, അപ്പം മാത്രമാണ് എനിക്ക് വയറ് അല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് മൊത്തത്തിൽ കുറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. എനിക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഫുഡ് കഴിച്ച അപ്പം തന്നെ വയറിങ്ങനെ വരും കേട്ടോ. അത് എങ്ങനെ അതെ, അങ്ങനെ ഒരു നേച്ചറാണ്. പെട്ടെന്ന് തന്നെ എനിക്ക് വയറ് വെക്കുന്ന ഒരു നേച്ചർ ആയതുകൊണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വയറ് വയ്ക്കും. അപ്പോൾ 2 ദിവസം കണ്ടിന്യൂസ് ഫുഡ് കഴിച്ചാലൊക്കെ എനിക്ക് പെട്ടെന്ന് വയറ് വയ്ക്കും. അപ്പോഴത്തേക്ക് ഞാൻ അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്ത് ഒരു ലെവൽ വരെ കുറച്ച് വെച്ചപ്പോഴാണ് എനിക്ക് ലീവ് പോവേണ്ടി വന്നത്. അതിനുശേഷം ഞാൻ നാട്ടിൽ തിരിച്ചെന്നപ്പോൾ ഇപ്പോഴും ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് പറയാനായിട്ടില്ല. അപ്പോൾ
ഞാൻ അപ്പോൾ അങ്ങനെ എൻ്റെ ആ സമയത്ത് എൻ്റെ രാവിലെ ഞാൻ പാട്ടൊക്കെ കേട്ട് നമുക്ക് എപ്പോഴും നടത്തം ഒരിക്കലും നമുക്കൊരു ഭാരമാക്കി നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മളൊരു പാട്ടൊക്കെ കേട്ട് നമ്മൾ റിലാക്സ് ചെയ്ത് അങ്ങനെ അങ്ങ് നടക്കാം. എനിക്കിഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റ് രാവിലെ ഞാനൊരു 5:30 ആ ഒരു ടൈമിന് കറക്റ്റ് 1 മണിക്കൂർ ഞാൻ നടക്കുമായിരുന്നു. ഞാൻ ഒരിടത്തും പോയിട്ടില്ല. എൻ്റെ വീട്ടിൻ്റെ ടെറസിൽ തന്നെയാണ് ഞാൻ നടന്നിട്ടുള്ളത്. അപ്പോൾ നാട്ടുകാരൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഈ കൊച്ചിന് വട്ടാണോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും ഞാൻ കാര്യമൊക്കെ എടുത്തിട്ടില്ല. കാരണം നമുക്ക് വണ്ണം കുറയ്ക്കണം, അതുകൊണ്ട് നമുക്ക് എന്തായാലും അത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഈ വെയിറ്റ് കുറഞ്ഞു വരുമ്പോൾ നമ്മളെ കാണാൻ ഒരു ശോഷിച്ച പോലെ ആകും. പക്ഷെ അതെന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മളെ ബോഡിയായിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന ആ ഒരു ടൈമാണ് നമ്മൾ അങ്ങനെ ശോഷിച്ച പോലെ ഇരിക്കുന്നത്. അത് പിന്നീട് ആകുമ്പോഴത്തേക്ക് അത് ശരിയാവും. അതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളെ തളർത്താൻ നോക്കും. പക്ഷെ അത് പറഞ്ഞിട്ടൊന്നും തളരരുത്. നമ്മൾ നടക്കുക തന്നെ ചെയ്യണം. കാര്യം എന്താണ്, നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ മടിയാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും നടക്കുക. അത് കഴിഞ്ഞിട്ട് നടന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചിട്ട് പിന്നെ എൻ്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെയാണ് കവർ ചെയ്തത്. ഇപ്പോഴെനിക്കത് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കവർ ചെയ്യുന്ന സമയമാണ് ഞാൻ ജിമ്മിൽ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ പറയുന്ന പോലെ കറക്റ്റ് ടൈമിന് കവർ ചെയ്ത് എത്താൻ പറ്റില്ല. പിന്നെ എനിക്ക് മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു 7 മണിക്ക് ഉള്ളിൽ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് അത്രയും നല്ലതാണ്. അപ്പോൾ ഞാൻ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ടൈമിങ് കറക്റ്റ് ആവില്ല. അപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കുറച്ചുകൂടെ നേരത്തെ ആയി എനിക്ക് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈറ്റിംഗ് വീണ്ടും സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നാൽ പിന്നെ ഞാൻ ഫുൾ ടൈം വിശന്നിരിക്കേണ്ടി വരും. അപ്പം എന്തിനാണ് വെറുതെ അങ്ങനെ ഒരു ഇത് ആക്കണ്ടെന്ന് കരുതിയിട്ട് ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 100% എനിക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് വിശപ്പെന്ന് പറയുന്ന ഒരു സംഭവമേ അതിലൊരു കാര്യത്തിൽ വന്നില്ല. അപ്പോൾ നമ്മൾ വാക്കിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ടോപ്പിക്ക് ഇങ്ങനെ മാറി പോകും. കാര്യം നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലായതുകൊണ്ടാണ് എൻ്റെ വായിന്ന് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളെ വാക്കിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും നെക്സ്റ്റ് നടത്തത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു വാച്ച് ഉണ്ടായിരുന്നു. ഞാൻ ആ വാച്ച് കെട്ടിയിട്ട് അതിലാണ് എൻ്റെ കൗണ്ടിങ് മൊത്തം പോയിട്ടുള്ളത്. എൻ്റെ ഫോണിൽ ആപ്പ് ഉണ്ട്, പക്ഷെ എനിക്കത് ഓക്കെ അല്ലായിരുന്നു കേട്ടോ. ഞാൻ വാച്ച് തന്നെയാണ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെടുത്തിട്ട് പോവും. അപ്പോൾ എന്താ പറയുക, എൻ്റെ കല്യാണ സമയം ആയതുകൊണ്ട് നമ്മൾ ആ സമയത്ത് ഫോൺ വിളിക്കലും അല്ലെങ്കിൽ പാട്ട് കേൾക്കലും അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ എനിക്കങ്ങനെ ബോറടി എന്ന് പറയുന്ന ഒരു സംഭവം എനിക്കില്ലായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയാണ് എൻ്റെ വാക്കിങ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഗ്രാജുവലി എൻ്റെ വെയിറ്റ് കുറഞ്ഞു വന്നു. പക്ഷെ ഇതുപോലെ തന്നെ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ ബോഡി മൊത്തത്തിൽ വെയിറ്റ് മീൻസ് ഇന്ന പാർട്ട് എനിക്ക് വെയിറ്റ് കുറഞ്ഞു അങ്ങനെ എനിക്കൊരു സംഭവം വന്നില്ലായിരുന്നു കേട്ടോ. അത് ഞാൻ ജെനുവിനായിട്ട് നിങ്ങളോട് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കാർഡിയോ എടുക്കണം, വെയിറ്റ് സ്ട്രെങ്തനിങ് എടുക്കണം. പിന്നെ ഏത് പാർട്ടിനാണോ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കുക അവിടെ കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഫുൾ ബോഡി പ്ലസ് അതും കൂടി ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവിടെ മാത്രം ചെയ്തു എന്ന് പറഞ്ഞിട്ട് വണ്ണം കുറയില്ല. ഓക്കെ. പിന്നെ കാലറി ഡെഫിസിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കാർഡിയോ ചെയ്യുന്നില്ല, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള വർക്കൗട്ടൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ വാക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി കാലറി കുറച്ചെടുത്താൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള ഒരു വെയിറ്റ് ലോസ് ഉണ്ടാവുള്ളൂ. കാര്യം വാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുമെങ്കിലും നമ്മൾ ഈ കാർഡിയോ ചെയ്യുന്നതിന്റെ അത്രയും ഇതായിട്ട് ഇതിനോട്ട് വരില്ല. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി കാലറി കുറച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കില്ലെങ്കിൽ സ്ലോ ആയി പോകും. വാക്കിംഗ് മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വെയിറ്റ് ലോസ് സ്ലോ ആയി പോകും. അപ്പം അതിന് പകരം നമ്മൾ കുറച്ചും കൂടി കാലറി കൺട്രോൾ ചെയ്ത് ഫുഡും കഴിച്ച് ഈ ഒരു വാക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് ആണ്. പിന്നെ എന്താ, വെയിലുള്ള സമയത്തൊന്നും ഒരുപാടൊന്നും വാക്കിംഗ് ചെയ്യാൻ പോയത് നമുക്ക് പെട്ടെന്നൊന്ന് ക്ഷീണം പിടിക്കും കേട്ടോ. അപ്പൊ ആ ടൈമൊക്കെ ഒന്ന് മാറ്റി തിരിച്ചൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നിങ്ങളൊരു 8K അല്ലെങ്കിൽ ഒരു 10K അതിൽ കൂടുതൽ പറ്റുമെങ്കിൽ, പിന്നെ ഷൂസ് ഇട്ടിട്ട് വേണം ഈ പറയുന്ന പോലെ നടക്കാൻ വേണ്ടിയിട്ട്. ഷൂസ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കാലിന് പ്രോബ്ലം ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് ഷൂസ് ഇട്ടിട്ട് ചെയ്യുക. എപ്പോഴാണോ കാലൊട്ടും വയ്യാന്ന് തോന്നുന്നത് ആ സമയത്ത് റെസ്റ്റ് എടുക്കുക. നമുക്ക് ഇപ്പൊ എന്ത് എക്സസൈസ് ചെയ്താലും നമുക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, കുറച്ച് റെസ്റ്റ് വേണം എന്ന് എപ്പോൾ തോന്നി അപ്പം തന്നെ റെസ്റ്റ് എടുക്കണം കേട്ടോ. വെറുതെ നമ്മുടെ ശരീരത്തിന് ഇഞ്ചുറി ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് സെക്കൻഡ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പം അതുപോലെ തന്നെയാണ് നടത്തത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പം ഇതൊരു നല്ല ഫോമിൽ നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നെ വെള്ളം കുടിക്കുക. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വെള്ളം
കുടിക്കുന്നത് നല്ലതാണ്. ഞാൻ കൊണ്ടുപോകും, ഞാനൊരു ബോട്ടിലും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നടക്കും, കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട്, ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഒരുപാട് നേരം വെള്ളം കുടിക്കാനുള്ളൊരു ഗ്യാപ്പ് ഇടും. എന്താ പറയുക, ബാക്കി നടത്തം കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ 1 മണിക്കൂർ ഞാൻ എങ്ങനെയായാലും നടക്കുമായിരുന്നു. മഴയൊക്കെ വരുന്നെങ്കിൽ മാത്രമേ ഞാൻ ഒഴിവാക്കുള്ളൂ മാക്സിമം. പിന്നെ എന്തെങ്കിലും എമർജൻസി വരുന്നെങ്കിൽ മാത്രമേ ഞാൻ അത് ഒഴിവാക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ പക്ക ഷുവറായിട്ട് ഞാൻ നടക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ വാക്കിംഗ് ഞാൻ ചെയ്ത സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസിൽ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.